ചന്ദ്രികല എസ് കമ്മത്തിന്റെ നോവൽ ഭിക്ഷ അധ്യായം 10. കുളി കഴിഞ്ഞെത്തിയ സീമന്തിനിയെ കമല ഒരുക്കി, ആഭരണങ്ങൾ അണിയിച്ചു, പട്ടുസാരി ഉടുപ്പിച്ചു. അവൾ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ കമലയ്ക്ക് ഇഷ്ടമാണ്. അച്ഛൻ എന്നും ആരതി ഒഴിഞ്ഞ് പൂജിക്കുന്ന ദുർഗയുടെ ചിത്രം ഓർമ്മ വരും. ഒരുക്കി നിർത്തിയിട്ട് കമല അവളുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു, സുന്ദരിയായ ദുർഗ. ചെറിയമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ രാമദാസൻ ചിരിച്ചുകൊണ്ട് ഓടിയെത്തി. കയ്യിൽ കുറച്ച് ചെമ്പകപ്പൂക്കൾ ഉണ്ടായിരുന്നു. ദാ ചെമ്പകപ്പൂ തലയിൽ ചൂടാൻ ഞാൻ പിച്ചിക്കൊണ്ടു വന്നതാ. ഏതോ വലിയ കാര്യം സാധിച്ച ഒരു സ്കൂൾ കുട്ടിയുടെ ഭാവമായിരുന്നു അയാളുടെ മുഖത്ത്. കമല പൂ വാങ്ങിച്ച് ഒരെണ്ണം സീമന്തിനിയുടെ മുടിയിൽ തിരികെ കൊടുത്തു. ഒന്ന് സ്വന്തം മുടിയിലും വെച്ചു. സീമന്തിനി പറഞ്ഞു, ഒരിക്കൽ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് കുറച്ച് ചെമ്പകപ്പൂ പറിച്ചു തരാൻ ഞാൻ പറഞ്ഞിരുന്നു. രാമദാസേട്ടൻ അതിനുശേഷം പറയാതെ തന്നെ ഓർമ്മയോടെ പൂക്കൾ കൊണ്ടുതരും. അയാൾ ചിരിച്ചു. പിന്നെ മത്സരത്തിൽ ജയിച്ച ഒരു കുട്ടിയെ പോലെ തല ലേശം ഉയർത്തിപ്പിടിച്ച് കൈകൾ രണ്ടും ആഞ്ഞു വീശി തിരിഞ്ഞു നടന്നു. പാവം, കമല പറഞ്ഞു. സീമന്തിനി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, ഈ രാമദാസേട്ടന് വേണ്ടിയാണേ അപ്പച്ചി ഈ വ്രതമൊക്കെ നോൽക്കുന്നത്. മുന്നോട്ട് നടക്കവേ അവൾ തുടർന്നു, ഒന്നാലോചിച്ചാൽ കഷ്ടമാണ് അപ്പച്ചിയുടെ കാര്യം. കാലം കടന്നു പോയത് പാവം അപ്പച്ചി അറിയുന്നില്ല. രാമദാസേട്ടൻ ഇന്നും കുട്ടിയാണെന്നാണ് അവരുടെ വിചാരം. ഇന്നും പറയേ എന്നോട്, അവന്റെ കണ്ണൊന്ന് തെളിച്ചു തരണേ, അവന്റെ മനസ്സിന് തെളിച്ചം വീഴണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് ഈശ്വരൻ കേൾക്കാതിരിക്കില്ല എന്ന്. രാമദാസേട്ടൻ വളർന്നു വലുതായി സ്വന്തമായി കച്ചവടവും മറ്റും നടത്തുമെന്നാണ് അപ്പച്ചിയുടെ പ്രതീക്ഷ. ഇനി എന്തു വളരാനിരിക്കുന്നു? ശ്വേതേട്ടന്റെ പ്രായമുണ്ട് രാമദാസേട്ടന്. എന്ത് ജോലിയാ ആ പാവം ജീവിയെ കൊണ്ട് ഇവിടെ ചെയ്യിക്കുന്നത്? ഒരു ദൈവവുമില്ല സീമന്തിനി നിന്റെ ഏട്ടന്മാർക്ക്. എന്നോട് പോലും സ്നേഹം കാട്ടാറില്ല ഏട്ടന്മാർ, പിന്നല്ലേ രാമദാസേട്ടനോട്. ഞാൻ ഏട്ടന്മാരുടെ അമ്മ പ്രസവിച്ച അനുജത്തി അല്ലാത്തത് കൊണ്ടാവും അല്ലേ? മനുഷ്യത്വമില്ലാഞ്ഞിട്ടാ, വേറൊന്നുകൊണ്ടുമല്ല, കമല പറഞ്ഞു. പുലരി മഞ്ഞ് വാർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അകലെയുള്ളതൊന്നും വ്യക്തമല്ല. വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പ്രഭാത കീർത്തനങ്ങളുടെ ചിറ്റോളങ്ങൾ മഞ്ഞുപാളിയെ പിളർന്ന് കർണങ്ങളിൽ പതിയുന്നു. പ്രകൃതിയുടെ നിറം കുറഞ്ഞ ചായം കൊണ്ട് വരച്ച ഒരു വലിയ ചിത്രം പോലെ കാണപ്പെട്ടു. അകലെ ക്ഷേത്രഗോപുരം കാണാൻ തുടങ്ങി. കമല ചോദിച്ചു, രവീന്ദ്രൻ ഈ സമയത്ത് എത്തുമോ ക്ഷേത്രത്തിൽ? എത്താറുണ്ട് ഇപ്പോഴും. ഇന്നെങ്ങനെയാണാവോ? എങ്ങനെയാ നിനക്ക് രവീന്ദ്രനുമായി പരിചയം? കൂടെ പഠിച്ചതാണോ? അല്ല, രവീന്ദ്രേട്ടൻ BA അവസാന വർഷമാ. വലിയേട്ടന്റെ മക്കളെ മലയാളവും ഹിന്ദിയും പഠിപ്പിക്കാൻ കഴിഞ്ഞ വേനൽ അവധിക്ക് വീട്ടിലും വരുമായിരുന്നു. ഞാൻ ചായ കൊണ്ട് കൊടുക്കുമായിരുന്നു. ആ പരിചയം മാത്രമേ ഉള്ളൂ. കമല മഞ്ഞിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന പ്രകൃതിയെ നോക്കിക്കൊണ്ട് നടന്നു. സീമന്തിനെ തുടർന്നു. രവീന്ദ്രേട്ടന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. വലിയച്ഛന്റെ കൂടെയാണ് താമസം. വലിയച്ഛനാണ് പഠിപ്പിക്കുന്നതും മറ്റും. പഠിത്തം കഴിയുമ്പോൾ എവിടെയെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. രവീന്ദ്രേട്ടൻ മിടുക്കനാ പഠിക്കാൻ. കമലയുടെ ചുണ്ടുകളിൽ ചെറിയ ചിരി പരന്നു. ഒരു വെറും പരിചയത്തിന്റെ ചുവയല്ല സീമന്തിനിയുടെ സംസാരത്തിനെന്ന് തോന്നി. രവീന്ദ്രനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ആവേശം അറിയാതെ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടവൾ. കമല എല്ലാം പതിയെ മൂളിക്കേട്ടുകൊണ്ട് നടന്നു. പൂക്കുടയുടെ വളഞ്ഞ പിടിയിലൂടെ വിരലുകൾ ഓടിച്ച് അവൾ തുടർന്നു. ജോലി കിട്ടിയില്ലെങ്കിൽ കഷ്ടമാ രവീന്ദ്രേട്ടന്റെ കാര്യം. ജോലി കിട്ടണം. ക്ഷേത്രത്തിൽ നിന്നു കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ ഏട്ടന്റെ വലിയച്ഛന്. പണശേഷി കുറവാ രവീന്ദ്രേട്ടന്. 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞു. തുടർന്ന് പഠിക്കാൻ പണമില്ലാതെ 2-3 വർഷം വെറുതെ നിൽക്കേണ്ടി വന്നു. പട്ടണത്തിൽ കുട്ടികളെ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും രവീന്ദ്രേട്ടൻ. കിട്ടുന്ന ഫീസ് അത്രയും ഇങ്ങനെ നോവലുകൾ വാങ്ങാൻ ചിലവാക്കും. സീമന്തിനി പരിസരം മറക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് കമലയ്ക്ക് തോന്നി. അവളുടെ ശബ്ദം ഉച്ചത്തിലാകുന്നു. പൂർണ്ണ വിരാമമില്ലാതെ സംസാരിക്കുന്നു. അവളുടെ മനസ്സിൽ എന്തോ ഒളിഞ്ഞു കളിക്കുന്നുണ്ട്. രവീന്ദ്രേട്ടന് സ്വന്തമായ ഒരു ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആശ. രവീന്ദ്രേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിലും ഒരു കാലത്ത് വീട്ടിൽ സ്വന്തമായി ഒരു ലൈബ്രറി ഉണ്ടാക്കുമെന്ന്. ലോകത്തിലെ നല്ല പുസ്തകങ്ങളെല്ലാം വാങ്ങുമത്രേ. അപ്പോൾ എനിക്ക് ഇഷ്ടം പോലെ പുസ്തകങ്ങൾ വായിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. മലയാളത്തിലുള്ള പുസ്തകങ്ങളല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ എന്ന്. അപ്പോൾ രവീന്ദ്രേട്ടൻ പറഞ്ഞു, ഇംഗ്ലീഷും എന്നെ പഠിപ്പിക്കാമെന്ന്. സീമന്തിനിയുടെ നാവിൽ നിന്നും വാചകങ്ങൾ തോരാതെ പെയ്യുകയാണ്. അവൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന രഹസ്യത്തിന്റെ മറ നേർത്തു വരുന്നതായി കമല കണ്ടു. പരിചയത്തിനും അപ്പുറത്തുള്ള ഒരു വൈകാരിക ബന്ധം തനിക്കതിലൂടെ കാണാം. കമല ചിരിയടക്കിക്കൊണ്ട് എല്ലാം മൂളിക്കേട്ടു. പക്ഷെ നല്ല ജോലി കിട്ടണം. ജോലി കിട്ടിയാലേ എല്ലാം നടക്കൂ. അതാ ഞാൻ പ്രാർത്ഥിക്കുന്നത്.
സീമന്തിനി ആത്മഗതമെന്നോണം പറഞ്ഞു. അവളുടെ മനസ്സൊന്ന് വായിക്കാൻ വേണ്ടി കമല ചോദിച്ചു. അതിന് രവീന്ദ്രൻ ലൈബ്രറി ഉണ്ടാക്കുന്ന കാലത്ത് പുസ്തകം എടുത്ത് വായിക്കാൻ നീ ഇവിടെയെങ്ങും കാണുമോ? നിന്നെ അപ്പോഴേക്കും ഭർതൃഗ്രഹത്തിലേക്ക് ഏക്കില്ലേ ഞങ്ങൾ? പിന്നെ എങ്ങനെയാ? അവളുടെ മുഖഭാവം കാണാനായി കമല അവളുടെ മുഖത്തേക്ക് നോക്കി. കാർമേഘം പടർന്നു കയറിയതുപോലെ അവളുടെ മുഖം പൊടുന്നനെ മ്ലാനമായി. പറയാൻ പാടില്ലാത്ത എന്തൊക്കെയോ അബദ്ധം പറഞ്ഞു പോയതുപോലെ അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ, അത്രയൊന്നും ആലോചിച്ചില്ല. ഉത്സാഹം കെട്ടടങ്ങിയ മുഖഭാവത്തോടെ തലകുനിച്ച് പാതയിലെ ചെറിയ ഉരുളം കല്ലുകൾ മുന്നോട്ട് തെറിപ്പിച്ചുകൊണ്ട് അവൾ നിശബ്ദയായി നടന്നു. കമലയ്ക്ക് വിഷമം തോന്നി. അവളുടെ സന്തോഷത്തിന്റെ പ്രശാന്തതയിൽ ഒരു കല്ല് വലിച്ചെറിഞ്ഞ് താൻ എന്തിനു ഓളങ്ങൾ ഉണ്ടാക്കി? സീമന്തിനിയുടെ തോളിൽ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. ഈശ്വര നിശ്ചയം ആരറിഞ്ഞു? ഈശ്വരൻ വിചാരിച്ചാൽ ജീവിതകാലം മുഴുവൻ രവീന്ദ്രേട്ടന്റെ ലൈബ്രറിയിൽ നിന്നും അധികാരത്തോടെ തന്നെ പുസ്തകം എടുത്ത് നിനക്ക് വായിക്കാൻ പറ്റും. കമല പറഞ്ഞതിന്റെ ആന്തരാർത്ഥം മനസ്സിലാക്കിയിട്ട് അവൾ പുഞ്ചിരിയോട്ടെ ഏട്ടത്തിയമ്മയുടെ മുഖത്ത് നോക്കി. പിന്നെ കമലയെടുത്തി എല്ലാം മനസ്സിലാക്കിയല്ലോ എന്നോർത്ത് ലജ്ജയോടെ ദൃഷ്ടികൾ താഴ്ത്തി നടന്നു. ക്ഷേത്രത്തിൽ എത്തുന്നത് വരെ പിന്നീട് അവൾ ഒന്നും സംസാരിച്ചില്ല. കമല ചോദിച്ചു. തിരിച്ചു കൊടുക്കാനുള്ള പുസ്തകങ്ങൾ എവിടെ? പൂക്കുടയിലുണ്ട്. പുസ്തകമെടുത്ത് രവീന്ദ്രേട്ടനെ ഏൽപ്പിച്ചതിന് ശേഷമാണ് നടയിലേക്ക് പോവുക. രവീന്ദ്രേട്ടൻ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുണ്ടാവും. തെക്കേ ഗോപുരത്തിലൂടെ ക്ഷേത്രത്തിനുള്ളിൽ കയറി. നിശബ്ദമാണ് ചുറ്റമ്പലം. രാവിലെ കുളിച്ചു തൊഴാൻ വരുന്നവരുടെ എണ്ണം ഇവിടെ തീരെ കുറവാണ്. പൂത്തുലഞ്ഞു നിൽക്കുന്ന വൃന്ദാവനത്തിൽ നിന്നും മഞ്ഞിന്റെ തണുപ്പോടുകൂടിയ സുഗന്ധം. എല്ലായിനം പൂജാപുഷ്പങ്ങളും ഉണ്ട് ഇവിടെ. നിരനിരയായി നട്ടുപിടിപ്പിച്ചിരിക്കുന്ന പൂച്ചിലകളുടെ മധ്യത്തിൽ വീതി കുറഞ്ഞ വൃത്താകൃതിയിലുള്ള നടപ്പാതകൾ. മനോഹരമായിരിക്കുന്ന വൃന്ദാവനം, കമല പറഞ്ഞു. എല്ലാ കാലങ്ങളിലും ഇവിടെ പൂക്കൾ വിരിയും ഏട്ടത്തിയമ്മേ. കേൾക്കണോ വിശേഷം? ഈ വൃന്ദാവനത്തിൽ നിന്നും ചില രാത്രികളിൽ ഓടക്കുഴൽ നാദൽ കേൾക്കാമത്രേ. പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ നടപ്പാതയിൽ ചുറ്റാകെ ഒരുപാട് കാലടയാളങ്ങൾ കാണുമെന്ന്. കണ്ണനും ഗോപസ്ത്രീകളും ഇവിടെ വരാറുണ്ടെന്നാ പറയുന്നത്. ആര് പറഞ്ഞു തന്നു ഇതൊക്കെ? എന്നു പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെനിക്കറിയില്ല. രഥപ്പുരയ്ക്കടുത്തെത്തിയപ്പോൾ തന്നെ ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിലുള്ള മണ്ഡപത്തിലെ തൂങ്ങിച്ചാരി രവീന്ദ്രേട്ടൻ നിൽക്കുന്നത് കണ്ടു. രവീന്ദ്രേട്ടനാണ് അവിടെ നിൽക്കുന്നത്, സീമന്തിനി പറഞ്ഞു. സീമന്തിനിയുടെ കൂടെ വേറെ ആരോ കൂടി വരുന്നെന്ന് കണ്ടപ്പോൾ സംസാരിക്കണോ വേണ്ടയോ എന്ന് സംശയിച്ച് അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നതേയുള്ളൂ. അടുത്തെത്തിയപ്പോൾ സീമന്തിനി അയാളോടായി പറഞ്ഞു. ഇത് എന്റെ ഏറ്റവും ഇളയ ഏട്ടത്തിയമ്മയാണ്, കമലേട്ടത്തിയമ്മ. അയാൾ ഭവ്യതയോടെ കമലയെ നോക്കി ചിരിച്ചു. ഒരു മാന്യ വ്യക്തിക്ക് നൽകേണ്ട ബഹുമാനം മുഴുവൻ അയാളുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ടായിരുന്നു. കമല പറഞ്ഞു. രവീന്ദ്രനെ എനിക്കറിയാം, സീമന്തിനി പറഞ്ഞു. എല്ലാ കാര്യവും. രവീന്ദ്രൻ പഠിക്കുകയാണല്ലേ? രവീന്ദ്രേട്ട എന്നൊന്നും ഞാൻ വിളിക്കില്ല, എന്റെ പ്രായമല്ലേ കാണൂ. പക്ഷെ ഞാൻ കമലേട്ടത്തിയമ്മ എന്നേ വിളിക്കൂ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ തന്നെ മതി. കമലയും ചിരിച്ചു. സീമന്തിനി പറഞ്ഞു. കമലേട്ടത്തിയമ്മയ്ക്ക് ലൈബ്രറിയിൽ ചേർന്നാൽ കൊള്ളാമെന്നുണ്ട്. നാട്ടിലായിരുന്നപ്പോൾ ഞാൻ ധാരാളം വായിക്കുമായിരുന്നു. എന്റെ അച്ഛൻ നല്ല ഒരു വായനക്കാരനാണ്, കമല പറഞ്ഞു. അല്പം ആലോചിച്ചിട്ട് രവീന്ദ്രൻ പറഞ്ഞു. പട്ടണത്തിലാണ് വായനശാലയുള്ളത്. പുസ്തകം എടുക്കണമെങ്കിൽ അവിടെ വരെ പോകേണ്ടി വരും. നിങ്ങൾക്ക് കാറുള്ളത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടാവില്ലായിരിക്കും അല്ലേ? ചേരാനുള്ള കടലാസുകൾ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. കമല ഓർത്തു. 2 കാറുകളുണ്ട്. ഇന്നുവരെ തന്റെ ആവശ്യത്തിനായി അവ ഉപയോഗിച്ചിട്ടില്ല. 2 പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ടെന്നുള്ളതൊഴിച്ചാൽ ജയേട്ടത്തെയമ്മയും വലിയേട്ടത്തെയമ്മയും തോന്നുമ്പോഴെല്ലാം കാറിൽ കയറി പോകുന്നത് കാണാം. ശ്വേതേട്ടനും ഭാര്യയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നുണ്ട്. വലിയേട്ടത്തിയമ്മ പറയുന്നതിനപ്പുറം പോകാറില്ല. പക്ഷെ തന്റെ ഭർത്താവ് ഇന്നുവരെ തന്നെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒരു വിനോദത്തിനു വേണ്ടി പോവുകയാവട്ടെ, തന്റെ ആഗ്രഹം അറിയാൻ താല്പര്യം കാണിക്കുകയാവട്ടെ ചെയ്തിട്ടില്ല. ബിസിനസ്സിൽ നിന്നും ചില അവസരങ്ങളിലെങ്കിലും ഒഴിഞ്ഞു നിൽക്കാൻ ഏട്ടന്മാർ സമയം കണ്ടെത്താറുണ്ട്. അദ്ദേഹത്തിന് അതിനൊന്നും നേരമില്ല. ഒരു വേള താൻ ആവശ്യപ്പെടാത്തത് കൊണ്ടാവുമോ? തന്നെ ആഴ്ചതോറും ലൈബ്രറിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എന്തു പറയുമോ ആവോ? കമല മറുപടി പറയാതെ എന്തോ ചിന്തയിലാണ്ട് നിൽക്കുന്നത് കണ്ട് രവീന്ദ്രൻ പറഞ്ഞു. തൽക്കാലം എന്റെ കൈവശമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തരും. ഞാൻ കുറെ പുസ്തകങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ലൈബ്രറിയിൽ ചേരുന്ന കാര്യം പിന്നെ തീരുമാനിക്കാം, പോരെ? കമല ചിന്തയിൽ നിന്ന് ഉണർന്നു. അത് മതി. പൂക്കുടയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് സീമന്തിനി രവീന്ദ്രന്റെ കയ്യിൽ കൊടുത്തു.
ഏട്ടത്തിയമ്മ വായിച്ചില്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞ് തന്നാൽ മതി. ഞങ്ങൾ അർച്ചന കഴിച്ചിട്ട് വരട്ടെ, പിന്നെ മതി, സീമന്തിനി പറഞ്ഞു. രാമദാസേട്ടന് വേണ്ടി അർച്ചന നടത്താനുള്ള പണവും പൂക്കുടയും ഗർഭഗൃഹത്തിന്റെ പടിയിൽ വെച്ച് അവർ തൊഴുകയോടെ നിന്നു. കറുത്ത ശില ചന്ദനവും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കഴുത്തിൽ വനമാല, ശിരസിന് മുകളിൽ തൊങ്ങലുകൾ തൂങ്ങുന്ന സ്വർണക്കുട. അത് ഏതോ ഒരു ഭക്തൻ വിഷ്ണു പ്രത്യർത്ഥം നടക്കി വെച്ചതാണെന്ന് അപ്പച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അർച്ചന കഴിഞ്ഞ് പ്രസാദവുമായി എത്തിയ പുരോഹിതൻ സീമന്തിനിയെ നോക്കി ചിരിച്ചു. പ്രസാദം നിറച്ച പൂക്കുട അവളുടെ കയ്യിലേൽപ്പിക്കവേ അയാൾ ചോദിച്ചു, ഇതാരാ? സദാനന്ദന്റെ സ്ത്രീയായിരിക്കും അല്ലേ? ഓ. പിന്നെ പതിവ് പോലെ അദ്ദേഹം പറഞ്ഞു, തീർന്നില്ല നിന്റെ അപ്പച്ചിയുടെ പൗർണമി വ്രതം അല്ലേ? പാവം. പിന്നെ കമലയെ നോക്കി ഒരു തത്വം പറയുന്ന ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു, പാഴാവില്ല ഈ വ്രതങ്ങളൊന്നും. എല്ലാറ്റിനും ഫലമുണ്ട്. ഈ ജന്മം ഒരു വേള ഫലം കിട്ടിയില്ലെന്ന് വരും. അടുത്ത ജന്മമെങ്കിലും അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. തോളിലൂടെ ഊർന്നിറങ്ങിയ പൂണൂൽ വലിച്ച് തോളിലിട്ട് അദ്ദേഹം ഗർഭഗൃഹത്തിനുള്ളിൽ കയറിപ്പോയി. ചന്ദനവും കുങ്കുമവും നെറ്റിയിലണിയവേ കമല താൻ ഒന്നും പ്രാർത്ഥിച്ചില്ലല്ലോ എന്നോർത്തു. ഒന്നും പ്രാർത്ഥിക്കുന്ന ശീലം തനിക്ക് പണ്ടേയില്ല. രക്ഷിക്കണേ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് അമ്മമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനപ്പുറം അല്ലെങ്കിൽ എന്തു പറയാൻ? എല്ലാവരും പ്രാർത്ഥിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകം ഇങ്ങനെയൊന്നും ആയിരിക്കില്ലായിരുന്നു. എങ്കിലും കൃഷ്ണശിലയിൽ നോക്കി നോക്കി നിൽക്കെ കമലയ്ക്ക് ചെറിയമ്മ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. അടുത്ത പൗർണമിക്ക് മുമ്പ് സദാനന്ദന്റെ വധുവിന്റെ മാസമുറ തെറ്റണേ എന്നുള്ള ചെറിയമ്മയുടെ വകയായുള്ള പ്രാർത്ഥന. കമലയുടെ മനസ്സിൽ പവിത്രമായ ആ ആഗ്രഹത്തിന്റെ കുഞ്ഞലകൾ ഉണ്ടായി. അവ ഒരു പ്രാർത്ഥനയായി മനസ്സിലൂടെ വിഷ്ണുപാദത്തിലേക്ക് ഒഴുകിച്ചെന്നു. പ്രദക്ഷിണം വെച്ച് വീണ്ടും ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് മുന്നിലെത്തി. അവിടെ രവീന്ദ്രൻ പുസ്തകങ്ങളുമായി നിൽപ്പുണ്ടായിരുന്നു. 4 പുസ്തകങ്ങൾ കമലയുടെ കയ്യിൽ കൊടുത്തിട്ട് അയാൾ പറഞ്ഞു, സാവധാനം വായിച്ചിട്ട് തിരിച്ചു തന്നാൽ മതി. അവർ യാത്ര പറഞ്ഞു നടന്നു. ഗോപുരവാതിൽക്കൽ എത്തിയപ്പോൾ സീമന്തിനി പതിയെ തിരിഞ്ഞു നോക്കുന്നത് കമല കണ്ടു. രവീന്ദ്രൻ അവിടെ നിന്ന് അവളെ നോക്കുന്നുണ്ടാവും. കമല ശ്രദ്ധിക്കാത്ത മട്ടിൽ മുന്നോട്ട് നടന്നു. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴുണ്ടായിരുന്ന മഞ്ഞുമറ എങ്ങോട്ട് പോയെന്നറിയില്ല. സൂര്യരശ്മി മുഖത്ത് തട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. തണുപ്പും ചൂടും കലർന്ന സുഖകരമായ ഇളം കാറ്റ്. സീമന്തിനിക്ക് പുതിയ ഉന്മേഷം കിട്ടിയതുപോലെയുള്ള വെളിച്ചമാണ് മുഖത്ത്. ഉരുളൻ കല്ലുകൾ തെറിപ്പിച്ചുകൊണ്ട് അവൾ ഉത്സാഹത്തോടെ നടക്കുന്നത് കണ്ടപ്പോൾ കമലയ്ക്ക് സന്തോഷം തോന്നി. അകലെ നിന്നേ വീട് കാണാം. തേക്കുംകാട് മഠത്തിന്റെ മുൻഭാഗം കമല ദൂരെ നിന്ന് കാണുന്നത് ഇപ്പോഴാണ്. കണ്ണെത്താത്ത വിസ്തൃതിയിൽ കിടക്കുന്ന പുരയിടത്തിൽ നിൽക്കുന്ന വീടായതുകൊണ്ട് അടുത്തെങ്ങും അയൽ വീടുകളില്ല. ഭംഗിയുള്ള ഇരുനില കെട്ടിടം. മുകളിൽ മട്ടുപ്പാവിന്റെ പകുതി ഭാഗം പനിനീർ തോട്ടമാണ്. ഭംഗിയുള്ള കർട്ടൻ കൊണ്ട് അലങ്കരിച്ച മുറികൾ ഏട്ടന്മാരുടെ ഉറക്കറകളാണ്. ഭിത്തിയിൽ ഒരേ അകലത്തിൽ ചെറുപൂക്കളുള്ള ചെടിച്ചട്ടികൾ തൂക്കിയിട്ടിരിക്കുന്നു. അടുക്കളയിൽ എത്തിയപ്പോൾ ചെറിയമ്മ പറഞ്ഞു, പ്രാതലെല്ലാം തയ്യാറായി കഴിഞ്ഞു കേട്ടോ. അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന സ്നേഹം ഒരു അരുവി പോലെ ഒഴുകി വന്ന് തന്നെ തഴുകുന്നതായി കമലയ്ക്ക് തോന്നി. അടുത്ത ഭാഗം നാളെ.